2026 മാർച്ച് 8 വനിതാ ദിനത്തിനോടനുബന്ധിച്ച് നടത്താൻ വനിതാ കലാ സാഹിതി തീരുമാനിച്ചത്. അതിന് ഡോക്ടർ ദിവ്യ എസ് അയ്യരെ പോലെ നേതൃത്വത്തിന്റെ മികവ് കൊണ്ട് ലോകത്തിന്റെ സവിശേഷ ശ്രദ്ധ തന്നിലേക്ക് കാന്തം പോലെ വലിച്ചടിപ്പിച്ച ഒരാളെ തന്നെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് ഏറ്റവും അഭിമാനകരമായി വനിതാ കലാ സാഹിതി കാണുന്നു. നമ്മുടെ വനിതാ കലാ സാഹിതി പോലെ രാഷ്ട്രീയ ബോധവും ചരിത്രബോധവും ഒക്കെ ഉള്ള ഒരു സംഘടന ലിംഗനീതിയുടെ ഒരു അടിസ്ഥാന പാഠങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംവാദം. എന്നാൽ മലയാളത്തിലെ എല്ലാ കാലത്തെയും ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൊന്നിൽ അതിപ്രസിദ്ധമായ നായക ഡയലോഗ് ആരോപിക്കുന്നത് ഇങ്ങനെയാണ്: സിനിമ ജനങ്ങളെ സ്വാധീനിച്ചു എന്നറിയില്ല, പക്ഷെ IAS-കാരെ കുറിച്ച് പൊതുവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ICS കാലതിരിശേഷിപ്പുകളിലാണ് ഈ മുൻവിധി. ഈ മുൻധാരണകളെ അപ്പാടെ തിരുത്തിക്കുറിക്കുകയാണ് ദിവ്യ എസ് അയ്യർ. 2014 കോട്ടയം അസിസ്റ്റന്റ് കളക്ടറായി തുടങ്ങി ഇന്ന് സംസ്ഥാനത്തിന്റെ ഏറ്റവും അഭിമാനകരമായ പൊതുമേഖലാ സംരംഭമായ വിഴിഞ്ഞം എത്ര മനോഹരായിട്ടാണ് നിങ്ങൾ UAE വനിതാ സാഹിതിയിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് ഈ ഒരു സായാഹ്നത്തിൽ സംഗമിച്ചിരിക്കുന്നത് എന്ന് കണ്ട് എനിക്ക് ചെറുതായിട്ടൊരു അസൂയ തോന്നുന്നുണ്ട്. ശരിക്കും അത്രയും മനോഹരമായിട്ട് എല്ലാരും മലയാളം സംസാരിക്കുന്നു എന്നുള്ളതും അതിലും ഏറെ മനസ്സിനെ ഇങ്ങനെ ഒരു കുളിർമ പൊഴിയിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. രാസപരകമൊന്നും ഇവിടുന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ വീടുകളിൽ അനീതിമാരാണ്. അതായത് എന്റെ പാർട്ടിക്ക് 3 പെൺമക്കളാണ് ജനിച്ചത്. അതിൽ മൂത്ത ആളാണ് എന്റെ മകൾ. ഇവര് 3 പേർക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ മക്കള് എല്ലാവരും പെൺമക്കളാണ് ജനിച്ചത്. അപ്പൊ 2 തലമുറ പെൺമക്കളായി. അപ്പൊ എന്റെ അമ്മ 2ാമത് ഗർഭിണിയായ സമയത്ത് ഉറപ്പായിട്ടും ഇതൊരു ആൺകുട്ടിയായിരിക്കും എന്ന് കരുതിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അത്ര. അങ്ങനെ ഒരു ആൺകുട്ടിക്ക് എന്താണ് പേരിടേണ്ടത് എന്ന് വരെ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനാണ് ജനിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ആദ്യ ദിവസങ്ങളിൽ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന വികാരം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളത് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വേണം എന്നുള്ള ചിന്തയിൽ നിന്നാകാം പെൺകുട്ടിയായ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള കരുണയിൽ നിന്നുമാണ്. ഇത് 2ൽ നിന്നുമാണ് സാധാരണഗതിയിൽ ആ ഒരു ചിന്ത ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് അമ്മമാർക്ക്. അവിടെ നിന്നും നമ്മൾ വളർന്നു വലുതായി ഈ സമൂഹം കെട്ടിപ്പടുക്കുമ്പോൾ ഒരു പെണ്ണായി ജനിച്ചതിൽ, ഒരു പെണ്ണായി വാഴുന്നതിൽ അത്രയധികം മറ്റുള്ള സ്ത്രീകൾക്ക് നമുക്കൊരു ബലമായി നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിന് ഏറ്റവും അധികം അർത്ഥമേകുന്നതും ഏറ്റവും അധികം മഴകേകുന്നത്. എന്നെ തടുക്കുവാൻ പൈതലെ പുണർന്ന എൻ മനസ്സോതുന്നു, പാരിൽ എന്തൊന്നുണ്ട് എന്നെ തടുക്കുവാൻ എന്ന്. അത്ര മനോഹരമായിട്ടാണ് മാതൃത്വത്തെ ഈ ലോകം മൊത്തം നമ്മുടെ മുന്നിൽ യുദ്ധം ചെയ്യാനായി വന്നു നിന്നാല് പൈതലെ പുണരുന്ന ആ മാതൃത്വത്തിന്റെ കരുത്ത് എന്നുള്ളത് ആർക്കും ഭേദിക്കാനാകാത്തതാണ് എന്നുള്ളത് അതിമനോഹരമായിട്ട് ആ വരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്നും എന്റെ മനസ്സിൽ ഒരു ശക്തിമന്ത്രമായി കൊണ്ടു നടക്കുന്നത് തന്നെയാണ്. മാതൃത്വം എന്നുള്ളത്, അമ്മ എന്നുള്ളത് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും ഒരു പ്രവൃത്തിക്കും ഒരു കാലത്തും ഒരു തടസ്സമല്ല. മറിച്ച് ബാക്കി ലോകം നമുക്ക് മുന്നിൽ കൊണ്ടുതരുന്ന എല്ലാ തടസ്സങ്ങൾക്കുമുള്ള ഒരു മറുമരുന്നാണിത് എന്നുള്ളത് കൂടിയാണ് അതിലാ പറയുന്നത്. കാരണം കവിതയിലൊക്കെ പറയാൻ നല്ലതാണ്, പക്ഷെ പ്രാവർത്തികമാക്കി അതൊക്കെ ചെയ്യുമ്പോൾ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്ന് ചിലരെങ്കിലും പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ യഥാർത്ഥ
അർത്ഥം എന്നുള്ളത് ഈ പറയുന്നത് പോലെ തന്നെ പ്രാവർത്തികമാക്കി അത് തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ജീവിച്ച് കാണിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇത്രയും വർഷങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മാതൃത്വം എന്നുള്ളത് ഒരു ടാസ്ക് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അത് വെറും ഒരു ഉത്തരവാദിത്വവുമല്ല, മറിച്ച് എന്റെ ലോകവീക്ഷണത്തെ മാറ്റിമറിക്കുന്ന, എന്റെ ഓരോ പ്രവൃത്തിയെയും സ്വാധീനിക്കുന്ന, എന്റെ പരിവർത്തനത്തിൽ ഏറ്റവും അധികം എന്നെ ഞാനാക്കി മാറ്റുന്ന എന്റെ ജീവിതത്തിന്റെ ഒരു ഘടകമാണ് അത്. ആ പിന്തുണ ഏകുന്ന പല വ്യക്തികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നിങ്ങൾ എന്നെ കാണുകയാണെങ്കിലും വേറെ ആരെ കാണുകയാണെങ്കിലും നിങ്ങൾ പരസ്പരം കാണുകയാണെങ്കിലും ഒക്കെ തന്നെ നമ്മളെല്ലാവരും അനവധി വ്യക്തികളുടെ സഹായവും സഹകരണവും ഒക്കെ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു വസ്തുത കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും സൂപ്പർ വുമൺ ആകാനായിട്ട് ഇങ്ങനെ ആശിച്ച് കൊതിച്ചിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. അങ്ങനെയൊക്കെ സൂപ്പർ വുമൺ ആകുമ്പോൾ നമ്മുടെയൊക്കെ കൂടെ നമ്മളെ സഹായിക്കാനായി, നമുക്ക് വലിയൊരു നെടുന്തൂണായി നിൽക്കുവാനായി ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ആമുഖത്തില് സൂചിപ്പിച്ച, ആ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ബാബുപോൾ സാറ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് സിവിൽ സർവീസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തി അദ്ദേഹമായിരുന്നു. ചെറുപ്പകാലത്ത് എന്നെ ഇൻസ്പയർ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം ഞാൻ സിവിൽ സർവീസ് എന്നുള്ള ഒരു മേഖലയിൽ കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കൊരു ഗുരുനാഥനായി, ഒരു മെന്റോർ എന്ന നിലയിൽ, തീർച്ചയായിട്ടും ഒരു വഴികാട്ടി എന്ന നിലയിൽ ഈ ഒരു മേഖലയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന വ്യക്തിത്വമായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ പോയി ഒരു സഹായം ആവശ്യപ്പെടാൻ വലിയ വിമുഖതയുള്ളതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പുരുഷന്മാർക്ക് അത്രയും വിമുഖത പൊതുവെ കുറവാണ്. അതൊന്ന് ചെയ്തു തരും, ആദ്യം ഇങ്ങോട്ട് എടുത്തോണ്ട് വരും എന്നൊക്കെ പറയാനായിട്ട് ഒരു പുരുഷനും മടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് അവരുടെ ശീലമാണ്, എല്ലാം ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ സ്ത്രീകൾക്ക് കുറച്ച് വെള്ളം തരുമെന്ന് പറയുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും മറ്റൊരാളോട് ആവശ്യപ്പെടുക, മറ്റൊരാളോട് ഒരു സഹായം ചോദിക്കുക എന്ന് പറയുന്നതിന് വലിയ വിമുഖത ഞാൻ കാണാറുണ്ട്. ആ ഒരു വിമുഖത വളരെ കൃത്രിമമായിട്ടുള്ള ഒരു സങ്കോചമാണ് ശരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ. മനുഷ്യർ എല്ലാവരും, സ്ത്രീയും പുരുഷനും എല്ലാവരും പരസ്പരാശ്രിതമായി ജീവിക്കേണ്ടുന്നവനാണ് എന്നാണ് ശാസ്ത്രമായാലും പരിണാമശാസ്ത്രമായാലും മനഃശാസ്ത്രമായാലും സാമൂഹിക ശാസ്ത്രമായാലും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യനും ഈ മനുഷ്യരാശി ഭൂമിയിൽ ആരംഭിച്ച കാലഘട്ടം മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ജീവിതം ജീവിച്ച് ചരിത്രമില്ല. എല്ലാവരും പരസ്പരാശ്രിതമായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ പരസ്പരം സഹായിക്കുവാനും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുവാനും ജനിച്ച ജന്മങ്ങളാണ്. ആ ജീവിയോട് എന്താണ് തന്റെ ആവശ്യം, അല്ലെങ്കിൽ തനിക്ക് ആവശ്യമുള്ള വരം എന്താണ് എന്നല്ലാതെ ചോദിക്കണം. ചോദിച്ചാൽ മാത്രമേ ആ ജീവി ആ വരം പ്രദാനം ചെയ്യുകയുള്ളൂ. അതാണല്ലോ അലാദിന്റെ കഥ. അലാദിൻ ഫാക്ടറിൽ പറയുന്ന ഒരു ഘടകം അതാണ്. ഈ മൊത്തം പ്രതിഭാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അലാദിൻ ആ ആവശ്യം ജീനിയോട് ഉന്നയിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അത് പ്രദാനം ചെയ്യാൻ ജീനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അലാദിൻ ഫാക്ടർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ ആവശ്യം നിങ്ങൾ ഉന്നയിക്കുക. നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം ഉന്നയിക്കുക എന്നുള്ളത്. ആസ്ക് ദ യൂണിവേഴ്സ് ഫോർ ഹെൽപ്പ് when needed. പലപ്പോഴും നമ്മളെ മനസ്സിന്റെ സംഘർഷമാണെങ്കിലും ശരീരത്തിന്റെ വേദനയാണെങ്കിലും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടമാണെങ്കിലും ഒക്കെ തന്നെ പലപ്പോഴും നമുക്ക് വാ തുറന്ന് ഒരു സഹായം അഭ്യർത്ഥിക്കുവാൻ ആവശ്യപ്പെടാനായിട്ട് കഴിയാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കടിഞ്ഞാണായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങളുമൊക്കെ we are equally gullible for that, we are equally vulnerable for that. അപ്പൊ അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഈ വെല്ലുവിളികളെല്ലാം തരണം ചെയ്യാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവയെല്ലാം തരണം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരഴകുണ്ട്. ആ അഴക് എത്രയും മനോഹരമായി വിളങ്ങുവാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കലും
നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ത്രീത്വത്തെ, നമ്മുടേതായിട്ടുള്ള അഴകിനെ വെടിഞ്ഞുകൊണ്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ശക്തിയും നമുക്ക് ആർക്കും ആവശ്യമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ആവശ്യത്തിലേറെ സൗന്ദര്യമുണ്ട്, ആവശ്യത്തിലേറെ ശക്തിയുണ്ട്. സർജറിയിലായിരുന്നു ജോലി ചെയ്തത്. ന്യൂറോ സർജറി എൻട്രൻസ് എഴുതി അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ സിവിൽ സർവീസസിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ന്യൂറോ സർജറിയിൽ ഞാൻ രജിസ്ട്രാർ ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന ദിവ്യായർ തന്നെയായിരുന്നു ന്യൂറോ സർജറിയിൽ ദിവ്യായർ. എന്നെ സംബന്ധിച്ചിടത്തോളം നത്തിങ് ഇൻ മീ ഹാഡ് ചേഞ്ച്ഡ് ഓവർനൈറ്റ്. പക്ഷെ എന്റെ ചുറ്റുമുള്ളവർ എന്നെ കണ്ടപ്പോ പെട്ടെന്ന് ഒറ്റ ദിവസത്തിൽ ഞാൻ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വുമണായിട്ട് മാറി, വളരെ ശക്തയായ ഒരു സ്ത്രീ ആയിട്ട് മാറി. എന്തുകൊണ്ടാണ്? ന്യൂറോ സർജറി എന്നുള്ള ഒരു മേഖല, അന്നത്തെ കാലത്തിൽ ന്യൂറോ സർജറിയിൽ വനിതകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വിരളമാണ്. ഇന്നിപ്പോ ഞാൻ മാരിടൈം സെക്ടറിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് വളരെ വിരളമായിട്ടാണ് സ്ത്രീകൾ ന്യൂറോ സർജൻസ് ആയിട്ട് നമുക്ക് അന്ന് കാണാൻ സാധിച്ചിരുന്നത്. അപ്പോൾ പുരുഷന്മാര് മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു സ്ത്രീ ധൈര്യത്തോടു കൂടി സധൈര്യം അവിടെ കയറി ചെല്ലുന്നു, അവിടെ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒറ്റ ദിവസത്തിൽ ഞാനൊരു ശക്തിയായ സ്ത്രീയായിട്ട് അങ്ങ് മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഞാൻ അന്ന് ഗൈനക്കോളജിയിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അന്ന് ഡെർമറ്റോളജിയിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അന്ന് അനസ്തീസിയയിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ആരും എന്നെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് വിളിച്ചു കാണില്ലായിരുന്നു. പക്ഷെ ന്യൂറോ സർജറിയിൽ ജോയിൻ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഭയങ്കര ബോൾഡ് ആയിട്ടങ്ങ് മാറി നാട്ടുകാരുടെ മുന്നിൽ. എനിക്കിപ്പോഴും എന്തിനാണ് അത് അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴും മനസ്സിലായി. ശാസ്ത്രം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 12-13 വയസ്സ് മുതൽ ഒരു അഭിനിവേശമായിട്ട് ഇങ്ങനെ കൂടി നിന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും മനുഷ്യ ശരീരവും മനുഷ്യ മനസ്സും മതിയും പ്രകൃതിയും എല്ലാം ഇങ്ങനെ അത്ഭുതങ്ങളാൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു മായാ പ്രപഞ്ചമായിട്ടാണ് ഞാൻ എന്നും കാണുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു ത്വര നൽകുന്നതും ഈ പറയുന്ന നമുക്ക് ചുറ്റുമുള്ള അനവധി അത്ഭുതങ്ങൾ ഇങ്ങനെ ദിനം പ്രതി ചുരുളഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്ന് നിന്ന് കാണാനുള്ള ഒരു ക്ഷമയും അത് കാണാനുള്ള ഒരു മാനസിക വികാസവും നമുക്ക് ഉണ്ടാവണമെന്ന് മാത്രം. എനിക്ക് എത്ര സംഘർഷം ഉണ്ടെങ്കിലും, എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഒരുപാട് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ എങ്ങനെയുണ്ട് അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരല്പം ഈ ജീവചേതസ് എന്ന് നമ്മൾ പറയില്ല, അതൊന്ന് വലിച്ചെടുക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ ശ്വാസം എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള അത്ഭുതങ്ങളെ ഒരല്പം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് എടുക്കുക, ഒന്ന് ശ്വസിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രക്രിയ ഉണ്ട്. അപ്പൊ അത് ഞാൻ കഴിവതും അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഒരു കോപ്പിംഗ് അപ്പ് മെക്കാനിസം കൂടിയായിരിക്കും ഇത്രയധികം സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ എന്നെ ഞാനാക്കുന്ന ഒരു സന്തുലിതാവസ്ഥ പാലിക്കാനായിട്ട് എന്നെ സഹായിക്കുകയും ചെയ്യുന്നത് അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത് പ്രശ്നങ്ങളിലും പുറത്തേക്ക് വരുന്നത് പലപ്പോഴും. രണ്ടാമത്തേത് പാത്ത് ഫൈൻഡറിന്റെ, അതെ, അത് ശരിക്കും ആ വർഷം സിവിൽ സർവീസിന്റെ സിലബസ് മൊത്തമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സിവിൽ സർവീസ് സിലബസ് മെയിൻസ് എക്സാമിന്റെ അടിമുടി അതിന്റെ സിലബസ് മൊത്തം മാറിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുതിയ സിലബസിന് പുസ്തകങ്ങളൊന്നും മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അപ്പൊ ഈ നമ്മുടെ ടോണി മോറിസൺ ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. ഇഫ് യു റിയലി വോണ്ട് ടു റീഡ് എ ബുക്ക് ആൻഡ് ഇറ്റ്സ് നോട്ട് യെറ്റ് റിട്ടൺ, ഗോ ഹെഡ് ആൻഡ് റൈറ്റ് ഇറ്റ് എന്ന്. ഐ എം പാരഫ്രേസിങ് ഇറ്റ്. ഷീ യൂസ്ഡ് മച്ച് മോർ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ടു സേ ദാറ്റ്. ബട്ട് നിങ്ങൾക്ക് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പുസ്തകം വേണമായിരുന്നു പഠിക്കാനായിട്ട്. അങ്ങനെ ഒരു പുസ്തകം മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ എഴുതാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള എന്താ പറയാ ഒരു ഗവേഷണമൊക്കെ നടത്തിയിട്ട് എനിക്ക് പഠിക്കാനായിട്ട് ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ ആ സ്റ്റഡി പ്ലാൻ ഈ പറഞ്ഞ പോലെ എന്റെ ഗുരുക്കന്മാരെ കൊണ്ട് കാണിച്ചു. അന്ന് ടി പി ശ്രീനിവാസൻ സാറിനെ, ബാബുപാൽ സാറിനെ ഒക്കെ കാണിച്ചു. അപ്പൊ അവര് ടി പി ശ്രീനിവാസൻ സാറാണ് എന്നോട് പറയുന്നത്, ദിസ് ഈസ് ടു ഗുഡ് ടു ബി കൺഫൈൻഡ് ടു ജസ്റ്റ് യു എന്നുള്ളത്. ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സാധനമൊന്നുമല്ല. ദിസ് ഇസ് ടു എക്സ്റ്റെൻസീവ് റിസർച്ച്, ഇറ്റ് ഷുഡ് ബെനിഫിറ്റ് എ ലോട്ട് മോർ എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പബ്ലിഷറിനെ കോൺടാക്ട് ചെയ്തു. അവര് 2 മാസത്തിനുള്ളിൽ തന്നെ DC ബുക്സ് അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിക്കും നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഒരുപാട് ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒന്നും ദിവ്യക്ക് തന്നെ കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷ എഴുതുമ്പോൾ
ഇത് സ്വന്തം ഗുണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ആദ്യം IAS കയറാൻ നോക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ നമുക്ക് അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പുസ്തകം ഇറക്കാന്ന് പറഞ്ഞു. അപ്പോ ആളുകൾ ഇങ്ങനെ കുറെ പേര് എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിൽ പ്രസേരണത്തിനായിട്ട് ഞങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവാ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കരടും ഓരോന്നും വരുന്നു, ചെറിയ ഇങ്ങനെ മുൾക്കുത്തോട് പോലെ. അപ്പൊ ആ സമയത്ത് ഞാൻ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുമ്പോ ഞാൻ സാറിനെയാ, ബാബുപോൾ സാറിനെയാ വിളിക്കുക. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ച ഒരു വൈകുന്നേരം ഇതുപോലെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പലരും ഇങ്ങനെ പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സാറ് തിരിച്ചെന്നോട് ചോദിച്ചു, വാട്ട് ഡു യു വോണ്ട് ടു ഡു എന്ന് ചോദിച്ചു. മിക്കവാറും എല്ലാ ചോദ്യങ്ങൾക്കും സാറിന്റെ തിരിച്ചുള്ള ആദ്യത്തെ മറുചോദ്യം ഇതായിരിക്കും. ഞാൻ എന്ത് ഒരു ക്രൈസിസ് അങ്ങോട്ട് പ്രസന്റ് ചെയ്തല്ലോ, വാട്ട് ഡു യു വോണ്ട് ടു ഡു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് പബ്ലിഷ് ചെയ്യണം എന്ന് തന്നെയാണ്, ഐ വോണ്ട് ടു പബ്ലിഷ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു വിളക്ക് കൊണ്ട് 1000 വിളക്ക് തിരികളെ കത്തിച്ചാലും ആദ്യത്തെ വിളക്കിന്റെ ശോഭ മങ്ങില്ല എന്ന് പറഞ്ഞു. ഞാനത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ you generously give your knowledge to everybody, God will bless you my child എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങോട്ട് ആരൊക്കെ എന്തോന്ന് പറഞ്ഞെന്നുള്ള പിന്നെ ഒന്നും എന്റെ ചെവിയിൽ പോലും വീണിട്ടില്ല. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ സീലായി. അപ്പൊ പിന്നെ we went ahead with that, and I think that was the most beautiful thing I ever did in my entire civil service journey. കാരണം എനിക്ക് സിവിൽ സർവീസ് ലഭിച്ചു, IAS കിട്ടി എന്നുള്ള ആ നിമിഷത്തെക്കാളും കൂടുതൽ സന്തോഷവും കൂടുതൽ ഞാൻ ഓർമ്മച്ചെപ്പിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നതും എന്റെ ഈ പുസ്തക പ്രകാശനത്തിന്റെ ദിവസം തന്നെയായിരുന്നു. മാത്രമല്ല സിവിൽ സർവീസ് കിട്ടി ഞാൻ മസൂരി അക്കാഡമിയിൽ ചെല്ലുമ്പോഴും അവിടെ എന്റെ തന്നെ ബാച്ചിലുള്ള 1-2 പേര് എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടെ ബുക്ക് നോക്കി പഠിച്ചിട്ടാണ് ഞങ്ങൾ IAS കയറിയത്. അപ്പൊ that's a very unique recognition. I don't think anybody in the history of civil services would have gotten that. അപ്പൊ അത്തരത്തിൽ രസകരമായിട്ടുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു അനുഭവം തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. ആയിരിക്കോ റാങ്ക് 40s വരാൻ ഉള്ളൊരു കാരണവും അത് തന്നെ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ടീച്ചറാണെന്നല്ലേ പറഞ്ഞത് സാർ, ടീച്ചറാകുമ്പോ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് തോന്നുന്നില്ല. നമ്മള് ഏത് കാര്യമാണെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് അത് കൂടുതൽ മനസ്സിലാകുന്നത്. നമ്മൾ എത്ര കുത്തിരുന്ന് പഠിച്ചാലും കാര്യമില്ല, ഒരാൾക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ ശ്രമിച്ചാൽ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് വളരെ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ പതിയും. അപ്പൊ ആ ഒരു പ്രക്രിയ എന്റെ ഉള്ളിൽ നിരന്തരമായിട്ട് ആ സമയത്ത് നടന്നു. അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും അത് പഠിച്ചതും ആ പുസ്തകം എഴുതിയതും. പുസ്തകം എഴുതുമ്പോഴും അതിൻ്റെ അകത്ത് ഓരോ വരി എഴുതുമ്പോഴും അത് ഉള്ളുകൊണ്ട് ശരിക്കും ഇങ്ങനെ സ്വാംശീകരിച്ച് ചെയ്തതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ തയ്യാറെടുപ്പിന് അതൊരു വലിയ ആക്കം കൂട്ടുന്ന ഒരു പ്രക്രിയയായിരുന്നു. താങ്ക് യു മാം. അടുത്തത് നേതാവുണ്ട് അവരുടെ ഇടയിൽ. അപ്പൊ അങ്ങനെ എല്ലായിടത്തും യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള വൃത്തങ്ങളിൽ നമ്മൾ എല്ലാവരും നേതാക്കളാണ്. It's just that you have to find your right circle and then you will automatically be a leader, I would think. ഇഷ്ടമുള്ള ഒരു പാട്ട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും കൂടെ പാടിക്കൊള്ളൂ, ഓക്കെ? അപ്പൊ അതിനു മുമ്പ് എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. UAE കലാസാഹിതി ഇനിയും ഇതുപോലെ ഒത്തൊരുമിച്ച് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്കൊക്കെ പങ്കിടാൻ സാധിക്കട്ടെ, ഒരുപാട് സന്തോഷം പങ്കുവെക്കാൻ സാധിക്കട്ടെ, നിത്യജീവിതത്തിൽ കൊച്ചു കൊച്ചു സൗന്ദര്യങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി ചെമ്മാന പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളേ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്